പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. നമ്മളിപ്പം വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടുമ്പം ആൾക്കാർക്ക് തന്നെ അറിയാനുള്ള ഒരു ആകാംക്ഷ കാണും. എന്താണ് നമ്മുടെ ഞാൻ പറഞ്ഞു വരുന്ന യൂണിവേഴ്സിറ്റി LGSന്റെ ലിസ്റ്റിനെ പറ്റി തന്നെയാണ്. കാരണം നേരത്തെ അവർ പറഞ്ഞത് നമുക്ക് കേസ് ഒരു ബാധകമല്ല, ലിസ്റ്റ് വരുമെന്നൊക്കെയാണ് നേരത്തെ ഒക്കെ പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മളത് പറയാതിരിക്കുന്നത് നമ്മൾ എഴുതിയിട്ടുള്ള നമ്മളെ ഉദ്യോഗാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമുള്ള ഒരു കാര്യമാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞത്. ഞാനിപ്പം മെനങ്ങാന്ന് PSCയിൽ പോയപ്പോൾ അറിയാൻ കഴിഞ്ഞത് നമ്മുടെ ലിസ്റ്റ് കോടതി സ്റ്റേ ആക്കിയാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇറങ്ങാൻ സാധ്യതയില്ല ഇപ്പോഴും. അതായത് ഇനി കോടതി വിധി അനുസരിച്ച് ഇറങ്ങാനുള്ള സാധ്യതയുള്ളതാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അത്രയ്ക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇത്രയും പഠിച്ച് എഴുതി കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും കഷ്ടപ്പെട്ട് പ്രിലിംസും എല്ലാം കടമ്പ കടന്ന് മെയിൻസും എഴുതിയിട്ട് നിൽക്കുമ്പോഴാണ് കേസും ഒക്കെ കൊടുത്ത് സ്റ്റേ ആയത്. സ്റ്റേ നേരത്തെ വരെ അവർ പറഞ്ഞത് സ്റ്റേ ആയിട്ടില്ല. അപ്പം വിധി കോടതി അത് കേസിന്റെ വഴിക്ക് നടക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ ലിസ്റ്റ് സ്റ്റേ ആയെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. എനിക്ക് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുടെ വായന കിട്ടുകയാണ്. അവർ പറഞ്ഞാണ് ലിസ്റ്റ് സ്റ്റേ ആയെന്നാണ് പറഞ്ഞത്. ഇപ്പൊ അത് നടപടിയാവാതെ സ്റ്റേ മാറാതെ നമ്മുടെ ലിസ്റ്റ് വരത്തില്ലെന്നാണ് അറിഞ്ഞത്. എല്ലാവർക്കും വളരെ അധികം വിഷമം ഉണ്ടാവുന്ന ഒരു കാര്യമാണെന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ എനിക്കും വിഷമമുള്ള കാര്യമാണ്. ഞാനും എഴുതിയിട്ടിരിക്കുകയാണ്. എന്തൊക്കെയാലും എല്ലാവരും പ്രാർത്ഥിക്കുക. കാരണം ഒരുപാട് പേർക്ക് പ്രതീക്ഷയുള്ള ഒരു ലിസ്റ്റാണിത്. കാരണം ഏജ് ഓവർ ഉണ്ട്, അല്ലാതെ ഉള്ളവരുണ്ട്. ഒത്തിരി പേർക്ക് പ്രതീക്ഷ നൽകുന്ന ഒരു ലിസ്റ്റുമാണ്. ഒരുപാട് സെലക്ഷൻ നടക്കുന്ന ലിസ്റ്റുമാണ്. 220 സംതിങ്ങോളം വേക്കൻസിന്റെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇനിയും യൂണിവേഴ്സിറ്റികളുടെ റിപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് വേക്കൻസി ഉണ്ട്. അതൊന്നും റിപ്പോർട്ട് ആയിട്ടുമില്ല. ഇപ്പൊ എൻ്റെ ഒരു സുഹൃത്ത് തന്നെ ഇപ്പം കോളേജിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അവൻ തന്നെ പറയുന്നത് മഹാത്മാഗാന്ധി കോളേജിലാണ്. ഇപ്പം അവൻ പറഞ്ഞത് അവിടെ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ LGS വേക്കൻസീസ് കിടപ്പുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ആർക്കും റിപ്പോർട്ട് ചെയ്യാൻ തന്നെ ഈ മടി വരുന്നതിന് കാരണം ഈ ലിസ്റ്റ് സ്റ്റേ ആയതുകൊണ്ടാണ്. ഒരുപാട് പേര് ഇതിന് വർക്ക് ചെയ്യുന്ന ഒരുപാട് എനിക്ക് പേരെ അറിയാം. കാരണം ഇപ്പൊ തന്നെ ലിസ്റ്റ് വരുന്നതിന് മുമ്പേ റിപ്പോർട്ട് ചെയ്യാൻ നടക്കുന്നവരുണ്ട് ഒത്തിരി പേര്. എന്തൊക്കെയായാലും നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ലിസ്റ്റ് ഉടനെ വരണമെന്ന് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ അടുത്ത എക്സാമിന് ഇതോടെ കാത്തിരിക്കാതെ അടുത്ത എക്സാമിന് വേണ്ടി നിങ്ങൾ പഠിക്കുക. എനിക്കതേ പറയാനുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മുടെ PSCയുടെ അവസ്ഥ അതുപോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പഠിച്ച് ഇപ്പം നന്നായി പഠിക്കുന്നവർക്ക് മാത്രം, അപ്പൊ അതായത് ഉറക്കം ഒളിച്ചിരുന്ന് പഠിച്ച് നല്ല രീതിയിൽ പഠിക്കുന്നവർക്ക് മാത്രം ജോലി കിട്ടുമെന്നല്ല, ഇപ്പം അവർക്കും ജോലി കിട്ടാൻ പാടായിട്ടുള്ള അവസ്ഥയാണ് ഇപ്പം കഴിഞ്ഞ LDക്കകത്ത് LGSനകത്ത് തന്നെ ഇപ്പൊ എടുത്തേക്കുന്നത് 25% പോലെ നിയമനം നടന്നിട്ടില്ല. ഇനി ഇന്നലെ 2 വർഷം തികഞ്ഞിട്ടുണ്ട് LGSും LDC ഒക്കെ. ഇനി വെറും 1 ഇയർ മാത്രമേ ഉള്ളൂ. വർക്ക് ചെയ്താൽ ആ ലിസ്റ്റിലുള്ളവരെല്ലാവരും കാണുമല്ലോ അതിനകത്തൊക്കെ. LDയും LGSും ലിസ്റ്റിലുള്ളവർ എന്തൊക്കെയായാലും ആത്മാർത്ഥമായിട്ട് ഈ 1 വർഷം പ്രയത്നിക്കാൻ മാത്രം അവർക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റാൻ പറ്റും. കാരണം ഈ 1 വർഷമാണ് അവരുടെ കണക്കുകൂട്ടലെല്ലാം പിഴയ്ക്കുന്ന ഒരു വർഷമാണ് ഈ വർഷം എന്ന് പറയുന്നത്. എല്ലാവരും ഒരുപാട് പേര് വീട്ടിൽ, എൻ്റെ ഒരുപാട് പേര് ഞാൻ ടെലഗ്രാമിനകത്തുണ്ട്. ഞാൻ LDക്കകത്ത് LGSനകത്തൊക്കെ ഉള്ളതാണ്. നമ്മുടെ ഗ്രൂപ്പിനകത്ത് തന്നെ ഒരുപാട് പേര് മിണ്ടാതിരിക്കുന്നവരുണ്ട്. ഈ LDക്കാരും LGS ഏത് ജില്ല ആയിക്കോട്ടെ, ഇത് വീട്ടിൽ കൊണ്ട് തരുമെന്നും പറഞ്ഞ് ഒരുപാട് പേര് ഇരിപ്പുണ്ട്. അതായത് റിപ്പോർട്ട് ചെയ്യിക്കാനും അങ്ങനെ കാര്യങ്ങളൊന്നും പോലെ. ഇപ്പം ഞാൻ കൊല്ലം ജില്ലയാണ്. കൊല്ലം ജില്ലയിൽ തന്നെ നമ്മളൊരു സുഹൃത്തുണ്ട് നമ്മുടെ ടെലഗ്രാമിനകത്ത്. ആ സുഹൃത്താണ് ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ റിപ്പോർട്ട് ചെയ്യിക്കുന്നത്. ബാക്കിയുള്ളവരാരും ഒന്നും അനങ്ങാതെ മിണ്ടാതിരിക്കുകയാണ്. അതുപോലെ തന്നെ എല്ലാവർക്കും ജോലി വേണമെന്നുള്ള ചിന്ത കൊണ്ട് എല്ലാവരും ഇപ്പം ജോലി ഉള്ളവരായിക്കോട്ടെ, എന്തായിക്കോട്ടെ, പ്രൈവറ്റ് ഫാമിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്തോ ആയിക്കോട്ടെ, എല്ലാവരും ഈ ജോലിക്ക് വേണമെന്നെങ്കിൽ നിർബന്ധമുണ്ടെങ്കിൽ, ജോലി കിട്ടണമെന്ന് ആശയമുള്ളവരാണെങ്കിൽ അവരെ ഒന്ന് സഹായിക്കുക. അവരുടെ കൂടെ നിന്നൊന്ന് നിങ്ങൾ വർക്ക് ചെയ്യുക. ദയവ് ചെയ്ത് നിങ്ങളുടെ ഞാൻ ഒരു അപേക്ഷയായിട്ട് കരുതണം. കാരണം വെച്ചാൽ നമ്മള് ജോലിക്ക് വേണ്ടിയാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് ആ ജോലി കിട്ടണമെങ്കിൽ നമ്മൾ എഴുതിയ ഇപ്പൊ പ്രിലിംസ് എഴുതി മെയിൻസ് എഴുതിയ മാത്രം നമ്മുടെ കടമ്പകൾ കടന്നിട്ടില്ല. അതിൽ വലിയ പരീക്ഷണമാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പോ ഈ 1 ഇയറും കൂടി ഉള്ളു. നമ്മളെല്ലാവരും ഇതിനു വേണ്ടി പ്രയത്നിച്ച് ഇറങ്ങുക. ഓരോ പഞ്ചായത്തിലും ഓരോ ഓഫീസ്